ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടക കഞ്ഞിയാണ്. കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി അല്ലേ. ഈ മാസത്തിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിന് വേണ്ടി കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് നല്ലൊരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ്. നമ്മുടെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഞവര അരിയാണ്. അപ്പോൾ ഞാനിവിടെ തവിട് കളയാത്ത മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മട്ട അരി എടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചെറുപയർ എടുക്കാം. നമ്മുടെ സാധാ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ആശാളി അരിയാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഫോളിക് ആസിഡുകളൊക്കെ അടങ്ങിയ ഒന്നാണ് ആശാളി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് ആശാളി അരി. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. 100 ഗ്രാമിന് 32 രൂപയോങ്ങാട്ടെയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. എല്ലാവരും ഉറപ്പായിട്ടും കർക്കിടകത്തിൽ കഴിക്കേണ്ട ഒന്നാണ് കേട്ടോ കർക്കിടക കഞ്ഞി. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കുക്കറിലിട്ട ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ ഒരു 2 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും കേൾപ്പിച്ച് നമ്മുടെ അരി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും ഉലുവയും ആശാളിയും എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ല തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാലോ ചൂടുവെള്ളമോ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇത് തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ നെയ്യിൽ ഈ ഉള്ളി മൂപ്പിച്ചിടുന്നത് ഇഷ്ടമല്ല എങ്കിൽ അത് ചേർക്കേണ്ട. അപ്പോൾ നെയ്യിൽ കുറച്ച് ഉള്ളിയും കൂടെ മൂപ്പിച്ചിടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും. ഇനി ഇത് കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുതന്നെ മക്കൾക്കൊക്കെ ഈ ഒരു ടൈമിൽ കർക്കിടക മാസത്തിൽ ഈ ഒരു ഔഷധക്കഞ്ഞി കൊടുക്കുന്നത് അവരുടെ ഹെൽത്തിനും വയറിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിരിക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് കൂടി അറിയിക്കണേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.